ഇപ്പോൾ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ചോദിച്ചോ ആരെങ്കിലും വിലയിരുത്താൻ സമയമായില്ലല്ലോ. സ്ഥാനാർത്ഥി നിർണയം ആയില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ ഒറ്റ ആളിനെ നമുക്കറിയാൻ പാടില്ല ആരാണെന്ന്. സ്ഥാനാർത്ഥി നിർണയം എല്ലാം കൂടെ വരുമ്പോഴല്ലേ ഒരു അഭിപ്രായം പറയാനൊക്കെ ഉള്ളൂ. പിന്നെ അതിനെല്ലാം ഉപരി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് പോലുമില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ പ്രചരണം ചിലതെല്ലാം നടത്തുന്നു എന്നുള്ളതല്ലാതെ നമുക്കൊരു ഇലക്ഷൻ്റെ ഒരു പിക്ചർ നമുക്ക് കിട്ടിയിട്ടില്ല. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യട്ടെ, സ്ഥാനാർത്ഥികളെല്ലാം നിൽക്കട്ടെ, പ്രവർത്തനം കുറച്ച് കാണട്ടെ, എന്നിട്ട് നമുക്ക് അഭിപ്രായം പറയാം. എന്നെ PC ജോർജിനായിട്ട് കൊത്താനാണോ? അപ്രസക്തന് പ്രസക്തനാക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. എനിക്ക് കേരള മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് തോന്നൽ വന്നാൽ എന്നോട് സ്നേഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എന്നെ ഊളംപാറ അഡ്മിറ്റ് ചെയ്യണം. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ. സ്നേഹം ഇല്ലെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കണം. പോയി വീണോളൂ. അത്രേ ഇനി മറുപടി പറയാൻ എനിക്കുള്ളൂ. ഓരോരുത്തർക്കും അർഹതപ്പെട്ടിട്ടുണ്ട്, അർഹതപ്പെടാത്തതുണ്ട്. ചുമ്മാ ഇരുന്ന് തവള വീർക്കണ പോലെ ആരും വീർത്തിട്ട് കാര്യമില്ല. വീർത്ത വയറ് പൊട്ടണമല്ലാതെ ഒരു റിസൾട്ടും ഉണ്ടാകില്ല. അതുപോലെ അയാളെ വിട്ടേരി. അയാളെ വാർത്തയാക്കി ഇങ്ങനെ കൊണ്ടു നടക്കണത് നിങ്ങൾ തന്നെ തെറ്റാണ്. എനിക്കാണ് എന്നോടാ എല്ലാം ഉണ്ടല്ലേ. ഞങ്ങൾ എന്റെ ജാതിനെ കയറി തെണ്ടി എന്ന് വിളിച്ചില്ലേ? ഈഴോ ജാതി എന്ന് പറഞ്ഞ തെണ്ടികളാണെന്ന് അയാൾ വിളിച്ചില്ലേ? ഒരു കാര്യമില്ലാതെ വെച്ച് കൊല്ലത്ത് വന്ന് ഞങ്ങളുടെ കോളേജിൽ നഴ്സിംഗ് മാനുവൽ അഭിസംബോധന ചെയ്ത് സമരം ഉണ്ടാക്കില്ലേ? ഇതൊക്കെ എന്തിനാണ്? അത് പുള്ളിയോട് തന്നെ ചോദിക്കണം. പുള്ളിക്ക് ഒരു ഭാഷയിലും നിന്നില്ല. മാണി സാറിന് എന്ത് മാത്രം ചീത്ത പറഞ്ഞിട്ടുണ്ട്? എന്താ മാണി സാറ് ഇദ്ദേഹത്തിനെ ആളാക്കിയ ആ സ്വന്തം കേരള കോൺഗ്രസിലെ മാണി സാറിന് എന്തുമാത്രം ചീത്ത പറഞ്ഞിട്ടുണ്ട്? അത് പുള്ളിയുടെ ശൈലിയാണ്. പിന്നെ എല്ലാവരോടും ചീത്ത പറഞ്ഞിട്ടും ആരും തിരിച്ചു പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങളോടൊക്കെ ചീത്ത പറഞ്ഞപ്പോൾ അല്പം ചീത്ത ഞങ്ങളുമൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാലം കഴിയുമ്പോൾ അവർ മനസ്സിലാക്കിക്കൊള്ളും. കാലം കഴിയുമ്പോൾ ഓരോരുത്തർക്കും അവർ മനസ്സിലാക്കിക്കൊള്ളും. BJPയിൽ ചെന്നാൽ ഇദ്ദേഹം ഭാരമാണോ അല്ല എന്ന് അല്പം കാലം കഴിയുമ്പോൾ അവർ മനസ്സിലാക്കിക്കൊള്ളും. അത് നിന്നാ അറിയാമായിരുന്നേനാ. എന്നാ സ്വാധീനമാണ്? വാസ്തവത്തിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമായിരുന്നു. ഇത്രയും സ്വാധീനമുള്ള ഒരാള് ജയിക്കുന്നൊക്കെ വരെ പറഞ്ഞില്ലേ? ഇങ്ങനെയെല്ലാം ഉണ്ടയില്ലാത്ത വെടിയടിക്കുന്നതിന് വാസ്തവമല്ല. ഉടനെ അവരിവിടെ സ്ഥാനം കൊടുത്ത ആളിന് ഒന്ന് നിർത്തി അദ്ദേഹത്തിന്റെ ശക്തി ഒന്ന് പരീക്ഷിക്കേണ്ടതായിരുന്നു. അത് തെറ്റായിപ്പോയി. അതോടുകൂടി ഈ എല്ലാ പക്ഷവും തീർന്നിട്ടാണല്ലോ ഇപ്പോൾ BJP ചെന്ന് ലയിച്ചത്. ആർക്കും വേണ്ട, കോൺഗ്രസിന് വേണ്ട, കമ്മ്യൂണിസ്റ്റിന് വേണ്ട, BJPക്കും വേണ്ട. അവസാനം ജനപക്ഷം ഇന്ന് ലയിച്ചുപോയി. അതെ, ശരിയാണ്. അതിര് കടന്നു പോകുന്നുണ്ട്. കാരണം ഇതെല്ലാം നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞു. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ആയാലും തിരക്കില്ല. ഇവിടെ കോളേജിലുള്ള രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം അതിര് കടന്നതിന്റെ തെളിവാണ് നമ്മൾ ഈയിടെ കണ്ടത്. ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ആളുകൾ ആരായാലും അവർ നിയന്ത്രിച്ചില്ല എങ്കിൽ കേരള രാഷ്ട്രീയം എന്ന് മാത്രമല്ല, കലാലയങ്ങൾ കലാപ കേന്ദ്രങ്ങളായി മാറുകയും രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ദുഃഖങ്ങൾ അവർക്കുണ്ടാകുന്നു. മാത്രമല്ല, ഇതിനകത്തെല്ലാം ഈ ചരസും മയക്കുമരുന്നും ഒക്കെ അടിമപ്പെട്ടവരൊക്കെ കാണുന്നുണ്ട്. നമ്മൾ സ്കൂളുകളിലെല്ലാം കോളേജിലെല്ലാം രക്ഷകർത്താക്കൾ കുട്ടികളെ അയക്കുന്നത് അവർക്ക് നല്ലൊരു ജീവിതം കൊടുത്ത് നല്ല മക്കളായി, നല്ല ജോലിയുള്ളവരായി, മിടുക്കന്മാരായി ഒക്കെ കാണാൻ ആഗ്രഹിച്ചാണ് മക്കളെ, കുട്ടികളെ രക്ഷകർത്താക്കൾ കോളേജിലേക്ക് അയക്കുന്നെങ്കിൽ അതിന് വിപരീതമായ സംഭവങ്ങൾ എവിടെ നടന്നാലും
അത് ആർക്ക് നടന്നാലും അത് അങ്ങേറ്റം ദുഃഖകരവും പ്രതിഷേധാർഹവുമാണ്. അല്ല, ഞങ്ങളൊരു സമുദായം പറഞ്ഞ് ചെന്നിട്ടില്ലല്ലോ. പ്രായത്തെ കിട്ടിയായില്ലെന്നൊക്കെ എല്ലാവരുടെയും നോക്കിയിട്ടല്ലേ പറയാനൊക്കെ ഉള്ളൂ. ഓരോരുത്തരും സമുദായം പറഞ്ഞ് വീതം വെച്ചോണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ വീതം വെച്ച് വേണമെന്നും പറഞ്ഞ് ചെന്നിട്ടില്ല. ഓരോരുത്തരും കണ്ടു 2 വേണം, ഇനി അതല്ല 1 കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരൊക്കെ മേടിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ അടുത്ത അവധി കച്ചവടം നടത്തിയിട്ടുണ്ട്. അത് വരട്ടെ, ലിസ്റ്റ് വരട്ടെ. LDF-ലാ ഞാനേ നിങ്ങൾ പറഞ്ഞത് ഞാൻ കൂടുതൽ പഠിച്ചില്ല എന്നുള്ളതാണ് നേര്. LDF-ൽ ആരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രാതിനിധ്യ സ്വഭാവത്തെ പറ്റി പറഞ്ഞാലേ ഈ പ്രാതിനിധ്യമൊക്കെ പോയല്ലേ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, വോട്ട് ബാങ്കുകളെ നോക്കിയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. ജനാധിപത്യം പോയി ഇവിടെ, മതാധിപത്യമാണ് ഇവിടെ. അതുകൊണ്ടാണല്ലോ ഓരോരുത്തരും വോട്ട് നിങ്ങൾക്ക് 2 വേണം എന്ന് പറഞ്ഞപ്പോൾ 3 കൊടുക്കാം. മറ്റൊരാൾ പറയുന്നത് 5 എണ്ണം കൊടുക്കാൻ 5 എണ്ണം മേടിക്കാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് വരെ പറഞ്ഞ ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് സീറ്റ് നൽകുകയും PC ജോർജിന് സീറ്റ് നിഷേധിക്കുകയും ചെയ്ത സംഭവത്തിൽ PC ജോർജ് പരസ്യമായി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അതിനോടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പ്രതികരിക്കുന്നത്. PC ജോർജ് അപ്രസക്തനായി കഴിഞ്ഞിരിക്കുന്നു. ആർക്കും വേണ്ടാത്തതുകൊണ്ടാണ് BJP-യിലേക്ക് PC ജോർജ് വന്നത്. PC ജോർജിന്റെ പ്രസ്താവനകൾ ഉണ്ടയില്ല വെടിയാണെന്നും ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പരിഹസിച്ചു.